കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് കണ്ടെത്തൽ. വനിതാ ബാങ്ക് മാനേജർ സരിതയാണ് പണം തട്ടിയെടുക്കാൻ ക്വട്ടേഷൻ നൽകിയത്. BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയർ സി പാപ്പച്ചനാണ് കഴിഞ്ഞ മെയ് 26-ന് മരിച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇവരിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങളും കൂടി. ദേവിക, മെയ് 26-ന് ആശ്രാമം മൈതാനത്ത് വെച്ചാണ് ഈ വയോധികൻ അപകടത്തിൽ മരിക്കുന്നത്. അതിനുശേഷമാണ് തുടർന്ന് ബന്ധുക്കൾ ഈ സാമ്പത്തികമായിട്ട്, അതായത് വയോധികന്റെ സാമ്പത്തികമായി സംബന്ധിച്ചൊരു പരാതി പോലീസ് നൽകിയിരുന്നു. അത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജറായ ഒരു വനിത അടക്കമുള്ളവരെ ഉള്ളവരിലേക്ക് എത്തുന്നത്. അതായത് ഈ വയോധികന്റെ മരിച്ച പാപ്പച്ചന്റെ അക്കൗണ്ടിൽ 75 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ കുറവ് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപനത്തിലെ മാനേജർക്കടക്കം അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ഇവരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പലതവണ അന്വേഷണം നടത്തുകയും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചെയ്തു. എന്നാൽ ഈ മാനേജർ അടക്കമുള്ള വനിത സരിത അടക്കമുള്ളവർ ഈ പോലീസുമായി നിസ്സഹകരണം പുലർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കുന്നത്. ആ അന്വേഷണമാണ് ഒടുവിൽ ഈ പ്രതികളിലേക്ക് എത്തുന്നത്. 18 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ആണ് നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പാപ്പച്ചനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് 18 ലക്ഷം രൂപയുടെ കൊട്ടേഷനാണ് നൽകിയത്. അതായത് ഈ പാപ്പച്ചന്റെ സ്വത്തുകൾ ഇവ തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സരിതയും അതുപോലെ തന്നെ ബാങ്കിലെ മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകുന്നത്. അതിനുശേഷമാണ് ഈ കൊട്ടേഷൻ ഉടമയെ കണ്ടെത്തുകയും ഈ കൊട്ടേഷൻ നൽകിക്കൊണ്ട് ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത്. പലതവണ ഈ കൊലപാതക ശ്രമത്തിന് ആസൂത്രണം നടത്തിയിരുന്നു. അതിനുശേഷം ഓട്ടോ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് പദ്ധതി നടക്കാവുന്നതോടെയാണ് പിന്നീട് കാറ് ഇടിച്ച് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഈ പാപ്പച്ചൻ സ്ഥിരമായി ഈ സൈക്കിൾ യാത്ര നടത്തുന്നതാണ്. സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം ഈ പ്രതികൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. റൈറ്റ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.